لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ഉപദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ഇരിക്കുന്ന ആളുകളൊന്ന് നമ്മുടെ ഗ്യാപ്പൊന്ന് ഫില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം ഉണ്ടാവും. താഴെ സൊഫ് പൂർത്തിയായതിന് ശേഷമാണ് മുകളിലേക്ക് പോകേണ്ടത്. അത് എല്ലാ ദിവസവും ജുമുഅക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെരുന്നാളിൻ്റെ മുമ്പ് നമ്മളൊരു വിഷയം സംസാരിച്ചു തുടങ്ങിയതാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. 4-5 ഉപദേശങ്ങൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ വിശദീകരിക്കേണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊടുത്ത മറ്റൊരു ഉപദേശമാണ് വഇയ്യാക വൽ മഅസിയ ഫഇന്ന ബിൽ മഅസിയതി ഹല്ല സഖ്തുല്ലാഹ്.
അനുസരണക്കേട് നീ സൂക്ഷിക്കണം എന്നാണ്. അനുസരണക്കേട് അള്ളാഹുവിന്റെ കോപം ഇറങ്ങാൻ കാരണമാകും. ഒരു ഗ്രീക്ക് പഴമൊഴിയുണ്ട്, അനുസരണം വിജയത്തിന്റെ മാതാവും സുരക്ഷിതത്വത്തിന്റെ ഇണയുമാണെന്ന്. അനുസരണ സ്വഭാവമില്ലാത്ത സമൂഹം പരാജയത്തിന്റെ പടുകുഴിയിൽ മാത്രമേ പതിക്കൂ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആധുനിക സമൂഹം ഇന്ന് നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കുള്ള കാരണം അനുസരണ സ്വഭാവം ഇല്ല എന്നതാണ്. ഷേക്സ്പിയർ പറഞ്ഞു, അനുസരിക്കാൻ അറിയാത്തവൻ അല്ല, ഭരിക്കാൻ അറിയാത്തവൻ അനുസരിക്കാൻ പഠിക്കട്ടെ എന്നാണ്. ഈ അനുസരണക്കേട് ഏതൊക്കെ മേഖലകളിൽ ഇന്ന് വ്യാപിച്ചു എന്ന് ചോദിച്ചാൽ, വിശ്വാസരംഗം തൊട്ട് കർമ്മരംഗങ്ങളിൽ, സ്വന്തം വീടുകളിൽ, സമൂഹത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, ഓഫീസുകളിൽ, സംഘടനകളിൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും അനുസരണക്കേടിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അനുസരണം നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ച സൃഷ്ടാവിനോടുള്ള അനുസരണമാണ്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിന് റഹ്മത്തായി നിയോഗിക്കപ്പെട്ട പ്രവാചകനോടുള്ള അനുസരണമാണ്. പക്ഷെ ഈ ഒരു രംഗത്ത് പോലും മുസ്ലിം സമൂഹം വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല താക്കീത് നൽകിയത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ വ ഉലിൽ അംരി മിൻകും, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. വ അത്തിയുർ റസൂല, അല്ലാഹുവിന്റെ പ്രവാചകനെയും ദൂതനെയും നിങ്ങൾ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഇനി വല്ല കാര്യങ്ങളിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, നിങ്ങൾ ആ കാര്യത്തെ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ആ വിഷയത്തെ നിങ്ങൾ മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിഷയത്തെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കുക. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനവും അതിലായിരിക്കും ഉണ്ടാകുന്നത്. ഒന്നാമത്തെ അനുസരണം, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു മുഅ്മിനിന്റെ ഒന്നാമത്തെ ബാധ്യത. അനുസരിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടു മാത്രം പരിശോധിച്ചാൽ മതി. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ ഒരു ദിവസം എത്ര അനുസരണക്കേടാണ് നമ്മൾ നമ്മുടെ റബ്ബിനോടും റസൂലിനോടും കാണിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുക. സുബഹിക്ക് ചിലപ്പോ എണീക്കുന്നത് തന്നെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടേയിരിക്കും. പലരും പ്രാർത്ഥിക്കാറില്ല. 3 വട്ടം ഇടതുഭാഗത്തേക്ക് മൂക്ക് ചീറ്റാൻ പറഞ്ഞു, പലരും ശ്രദ്ധിക്കാറില്ല. ബാത്റൂമിലേക്ക് ഇടതുകാല് വെച്ച് കയറാൻ പറഞ്ഞു, അനുസരണക്കേട് കാണിച്ചു. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു, വലത് കൈ കൊണ്ട് തിന്നാനും വലത് കൈ കൊണ്ട് തന്നെ കുടിക്കാനും പറഞ്ഞു, അനുസരണക്കേട് കാണിച്ചു മുസ്ലിം ഉമ്മത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് പ്രവാചകന്റെ സദസ്സിലിരുന്ന ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയാൾ തന്റെ ഇടത്തെ കൈ കൊണ്ടാ ഭക്ഷണം കഴിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ടപ്പോ ആ മനുഷ്യനോട് പറയാ, കുൽ ബി യമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുന്ന, വലത്തെ കൈ കൊണ്ട് തിന്നാൻ പറഞ്ഞു.
അപ്പൊ ആ മനുഷ്യൻ പറയാണ് ല അസ്തതിഉ, അല്ലെ എനിക്കതിന് സാധിക്കൂല എന്ന്. അഥവാ അഹങ്കാരത്തിലെ ആ മനുഷ്യൻ പറയാണ് എനിക്കതിന് സാധ്യല്ല. വാക്കുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ അനുസരണക്കേട് കാണിക്കാൻ പ്രവാചകൻ ഉടനെ പറഞ്ഞു ല അസ്തതഅത്, എങ്കിൽ നിനക്കതിന് പറ്റാതെക്കട്ടെ. പിന്നീട് ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം, ആ മനുഷ്യന്റെ കൈ പിന്നെ ഒരിക്കലും തന്റെ വായിലേക്ക് അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ആരാ? ഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. ശൈത്വാനാണെന്ന്. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം എങ്ങനെയാ കുടിക്കുന്നത്? എത്ര വലിയ അനുസരണക്കേടാണ് റബ്ബിനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ എടുക്കുക. പ്രവാചകന്റെ എത്ര സുന്നത്തുകളോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. ആ അനുസരണക്കേട് അള്ളാഹുവിന്റെ ശിക്ഷയിറങ്ങാൻ കാരണമാകുമെന്നാണ് മഹാനായ അബൂദർദാഹ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ ഉപദേശിക്കുന്നത്. രണ്ടാമത്തെ അനുസരണം ഏതാ? ഖുർആൻ പറഞ്ഞു വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ അഥവാ ഭരണാധികാരികളെ, നേതാക്കന്മാരെ, സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത ആളുകളെ, അതാരായിക്കോട്ടെ. ഒരു സ്ഥാപനാണെങ്കിൽ, ഒരു മഹല്ലാണെങ്കിൽ, നമ്മുടെ വീട്, ഇതൊക്കെ നമ്മള് ആരാണോ നമ്മളെ ഭരിക്കുന്നത് ആ ഭരണാധികാരികളെ അനുസരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതാണ് വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ. അതാ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. മാതാപിതാക്കൾ അതിൽ പെടും, ഗുരുനാഥന്മാർ അതിൽ ഉൾപ്പെടും, ഭർത്താവ് അതിൽ പെടും. ഇതൊക്കെ ഈ ഗണത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ് ഊരീതുന്നാർ ഫഇദാ അക്സറു അഹ്ലിഹ നിസാ, നരകം എനിക്ക് കാണിക്കപ്പെട്ടു, ആ നരകത്തിലതാ അധികവും സ്ത്രീകളാണുള്ളത്. എന്തേ? കാരണം അവർ തന്റെ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നരകത്ത് പോകാനുള്ള കാരണം എന്നാണ്. ഭർത്താവ് വിരിപ്പിലേക്ക് ക്ഷണിച്ചാൽ അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യയെ കുറിച്ച് എന്താ പറഞ്ഞറിയൂ? നേരം പുലരുവോളം മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. മലക്കുകളെ ശപിക്കുന്നത്. ഇത് കുടുംബരംഗത്തുള്ള ഒരു വിഷയമാണ്. ഇങ്ങനെ ഓരോ മേഖലകളും നമ്മൾ എടുത്തു പരിശോധിക്കുക. ഇന്ന് സമൂഹത്തിൽ വന്ന ഏറ്റവും വലിയ ദുരന്തം തരങ്ങൾ നേതാക്കന്മാരെ അനുയായികൾ അനുസരിക്കുന്നില്ല എന്നുള്ളത്. ഒരാൾ പറഞ്ഞാൽ മറ്റേയാൾക്ക് പറ്റൂല, പ്രസിഡന്റ് പറഞ്ഞാൽ സെക്രട്ടറിക്ക് പറ്റൂല, സെക്രട്ടറി പറഞ്ഞാൽ അനുയായികൾക്ക് പറ്റൂല. പരസ്പരമുള്ള മുശാവറകളുള്ള നേതാക്കന്മാർ അവർ തോന്നിയത് പോലെ പ്രവർത്തിക്കുക. ആളുകൾ കൃത്യമായ സമയത്തിന് എത്തിച്ചേരാത്ത പ്രശ്നങ്ങൾ, നേരത്തെ വരുന്ന ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ നേരത്തെ വന്ന ആളുകൾ വൈകി വരുന്നവരെ കാത്തിരുന്ന സമയം കളയുക. ഇതൊക്കെ പ്രിയമുള്ളവരെ അനുസരണക്കേടിന്റെ ഭാഗമാണ്. മറ്റുള്ള ആളുകളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിനു കൂടി നാളെ പരലോകത്ത് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അള്ളാന്റെ കോപം അവരിലേക്ക് ഇറങ്ങും. പൊതുവായി ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ, ആ സദസ്സിലെ നേതാവിനെ, ലീഡറെ, അധ്യക്ഷനെ അനുസരിക്കാത്ത ആളുകൾ, നേതാവിന്റെ മുമ്പിൽ മര്യാദയില്ലാതെ ഇരിക്കുന്ന ആളുകൾ, ചിന്നിച്ചിതറി ഇരിക്കുന്ന ആളുകൾ, സൊഫിൽ സ്ഥലമുണ്ടെങ്കിലും സദസ്സിലെ ഇരിപ്പിടമുണ്ടെങ്കിലും അത് ശരിയാക്കാതെ ഇരിക്കുക. അതൊക്കെ ഈ ഒരു വിഷയത്തിൽപ്പെട്ട കാര്യമാണ്. ആ നേതാവിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുക, ഒരു സദസ്സില് ആർത്തട്ടഹസിച്ച് ചിരിക്കുക, അനാവശ്യമായി സംസാരിക്കുക, സമയവും സന്ദർഭങ്ങളും നോക്കാതെ അഭിപ്രായങ്ങൾ പറയുക. ഒരു അധ്യക്ഷൻ ഉണ്ടെങ്കിൽ ആ അധ്യക്ഷന്റെ അനുവാദമില്ലാതെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഇതൊക്കെ മര്യാദകേടാണ്. സലാം പറയാതെ വരുന്നതും സലാം പറയാതെ ഇറങ്ങിപ്പോണതൊക്കെ ഇതൊക്കെ ഈ രംഗത്തുള്ള അനുസരണക്കേടാണ്. അള്ളാഹുവിന്റെ കോപം ഇറങ്ങാൻ കാരണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘടിതമായി പ്രിയമുള്ളവരെ ജീവിക്കുമ്പോൾ നേതൃത്വം വേണം.
അപ്പൊ നേതൃത്വത്തെ അനുസരിക്കണം. അകാരണമായി കാരണങ്ങളില്ലാതെ അവരുമായി ശണ്ടയിൽ ഏർപ്പെടുന്നതും അനുസരിക്കാതിരിക്കുന്നതും എന്താണ്? അത് അഹങ്കാരാണ്. പ്രവാചകന്റെ കൽപ്പന നോക്കൂ നിങ്ങൾ. മന്നത്തോഅനി ഫഖദ് അതാ അല്ലാഹ് വമൻ അസ്വാനി ഫഖദ് അസല്ലാഹ്. എന്നെ അനുസരിച്ചവൻ തീർച്ചയായും അല്ലാഹുവിനെ അനുസരിച്ചു, എന്നെ ധിക്കരിച്ചവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയാ, വമൻ യുതിഇൽ അമീറ ഫഖദ് അതാഅനി വമൻ യഅസിൽ അമീറ ഫഖദ് അസ്വാനി. അമീറിനെ അനുസരിച്ചവൻ തീർച്ചയായും എന്നെ അനുസരിച്ചു, അമീറിനെ ധിക്കരിച്ചവൻ തീർച്ചയായും എന്നെ ധിക്കരിച്ചു. ആരായി അമീർ? ഖുർആൻ പറഞ്ഞ വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കന്മാർ. അത് ആരൊക്കെയാണോ അവരൊക്കെ അതിൽ പെടും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണെന്ത്? ഇസ്മഉ വഅതീഉ വഇൻ ഇസ്തുഅമില അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ കഅന്ന റഅസഹു സബീബ. ഉണങ്ങിയ മുന്തിരി പോലെ തലയുള്ള ഒരു നീഗ്രോ അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരി എങ്കിൽ പോലും അദ്ദേഹത്തെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അഥവാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രിയമുള്ളവരെ പിന്നോട് അനുസരിക്കുക. അദ്ദേഹത്തിന്റെ തറവാട്, ഓന്റെ നിറം, ഓന്റെ മുടി, പാരമ്പര്യം, ഇതൊന്നും ഒരു പ്രശ്നമല്ല. കൽപ്പന ഇഷ്ടാണോ അനിഷ്ടകരമാണോ അതനുസരിക്കൽ അവന്റെ ബാധ്യതയാണ്. അതിനർത്ഥം പാപങ്ങളിൽ അനുസരിക്കണം എന്നല്ല. തിന്മകളിൽ പ്രിയമുള്ളവരെ ഒരു അനുസരണവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പാപങ്ങളിൽ ആരെയും അനുസരിക്കും. മാതാപിതാക്കളെ വിഷയം പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞ എന്താ? മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ മഹത്വങ്ങളൊക്കെ വിശദീകരിച്ചെടുത്ത് ഖുർആൻ പറഞ്ഞ എന്താ? വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തുതിഅഹുമാ വസാഹിബഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അവരെ മാതാപിതാക്കളെ അനുസരിക്കണം എന്നുകൊണ്ട് ഖുർആൻ പറയണത്, അവർ ശിർക്ക്പരമായ അതല്ലെങ്കിൽ തിന്മയായ എന്തെങ്കിലും കാര്യങ്ങൾ ആ മാതാപിതാക്കൾ കൽപ്പിച്ചാൽ ഫലാ തുതിഅഹുമാ, അവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആ വിഷയത്തിൽ അനുസരിക്കണ്ട. ഇങ്ങോട്ട് ഖുർആൻ പറഞ്ഞു വസാഹിബഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവിന്റെ എല്ലാ വിഷയത്തിലും അവർക്ക് എന്ത് ചെയ്യണം? എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം. ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ആ നിലക്കുള്ള തിന്മകളും ഹറാമും ആ മാതാപിതാക്കൾ കൽപ്പിക്കുന്നുണ്ടോ? അവരെ അനുസരിക്കേണ്ടതില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. ഒരു ചരിത്ര സംഭവം പ്രിയമുള്ളവരെ പാഠമായി നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലൊരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. അൻസ്വാരികളിൽ ഒരാളെ അതിന്റെ നായകത്വം പ്രവാചകൻ ഏൽപ്പിച്ചു കൊടുത്തു. സൈനികരോട് ആ നേതാവിനെ അനുസരിക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ നേതാവ് ഈ സൈന്യവുമായി കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വഴിമധ്യേ ആ നേതാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ആ സൈന്യത്തോട് പറയാണ്, എന്നെ അനുസരിക്കണമെന്നല്ലേ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞത്? ആളുകൾ പറഞ്ഞു, സൈന്യം പറഞ്ഞു, അതെ, ഞങ്ങൾ അനുസരിക്കുന്നത്, താങ്കൾ അനുസരിക്കണം എന്ന പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ സൈനിക നായകൻ പറയാണ്, എങ്കിൽ നിങ്ങൾ കുറച്ച് വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. അനുയായികൾ സൈനികർ എന്ത് ചെയ്തു? കുറച്ച് വിറകുമായിട്ട് അവർ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വിറകിന് നിങ്ങൾ തീ കൊടുക്കാൻ പറഞ്ഞു. അനുയായികൾ തീ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അതിലേക്ക് ചാടണം എന്ന് പറഞ്ഞു. കുറെ ആൾക്കാർ ചാടാൻ ഒരുങ്ങി. അപ്പൊ ചാടാൻ ഒരുങ്ങിയ ആൾക്കാരെ കുറച്ചാളുകൾ എന്ത് ചെയ്തു? അവിടെ പിടിച്ചു, ചാടാൻ പറ്റൂല പറഞ്ഞു. അവര് പറഞ്ഞു, അല്ലെ, നമ്മളെന്താണ്, നമ്മള് അഗ്നിയിൽ നിന്ന് രക്ഷ തേടിയാണ് നമ്മൾ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നത്. അതുകൊണ്ട് ഇനി ആ ഒരു അഗ്നിയിലേക്ക് ചാടാൻ നമ്മളെന്തല്ല പാടില്ല എന്ന് പറഞ്ഞു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാണ്. ആ തർക്കത്തിനിടയില് ആ തീ കെട്ടുപോയി. ആ നേതാവിന്റെ കോപം, അവിടെ ദേഷ്യം തണുക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിട്ട് ഇവര് ഈ വിഷയങ്ങളൊക്കെ പറയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെങ്ങാനും ആ അഗ്നിയിൽ അവർ പ്രവേശിച്ചിരുന്നുവെങ്കിൽ അന്ത്യനാളുവരേക്കും അവരതിൽ നിന്ന് പുറത്തു വരുമായിരുന്നില്ല. ഇവിടെ പറഞ്ഞു, നല്ല കാര്യങ്ങൾക്ക് എന്തുള്ളൂ? അനുസരണയുള്ളൂ.
ലാ ത്വാഅത ഫിൽ മഅസിയ ഇന്നമ ത്വാഅതു ഫിൽ മഅറൂഫ്. തെറ്റ് കൽപ്പിച്ചാൽ അനുസരിക്കുന്ന ഒരു പ്രശ്നമല്ല, അത് ആരാണെങ്കിലും. നല്ല കാര്യത്തിൽ മാത്രമേ എന്തുള്ളൂ, അനുസരണയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടിയെ അനുസരിക്കലില്ല. പക്ഷെ ഇത് അതല്ലാത്ത അനുസരണക്കേട് അത് പ്രിയമുള്ളവരെ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിലും കുടുംബത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അത് മഹല്ലാണെങ്കിലും സംഘടനകളാണെങ്കിലും ഒക്കെ ഈ ഒരു അനുസരണക്കേട് വ്യാപിക്കുമ്പോഴാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ വരിക. പലരും നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നുണ്ട്, നേതാക്കന്മാരെ ദുർബലരാണെന്ന് മുദ്ര കുത്തുന്നുണ്ട്. ഇതൊക്കെ സമൂഹത്തിൽ ഫസാദും പ്രശ്നങ്ങളും ഉണ്ടാക്കുക ചെയ്യാം. ഇതാണ് അല്ലെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ. അനുസരണയുള്ള അനുയായികളും തഖ്വയുള്ള നേതൃത്വവും പ്രിയമുള്ളവരെ മഹത്തായ ഒരു അനുഗ്രഹമാണ്, ഐശ്വര്യൻ. ഇപ്പൊ നേതാവ് അല്ലെ, ഭരിക്കുന്ന ഒരാള് പണ്ഡിതൻ കൂടിയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കാൻ, അല്ലെ, നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഒരു പണ്ഡിതൻ കൂടിയാണെങ്കിൽ അല്ലെ, സ്വർണത്തിന് സുഗന്ധം ഉണ്ടായി എങ്ങനെ ഉണ്ടാവും? അത്ര പവറായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് നേതാക്കന്മാർ പ്രിയമുള്ളവരെ വിളിച്ചാൽ അവിടെ ഹാജരാക്കുക, നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കാം, അവരുടെ സമ്മതത്തോടു കൂടി സദസ്സെന്ന് പിരിഞ്ഞു പോവുക, സദസ്സിലേക്ക് കയറി വരുമ്പോൾ അനുവാദം ചോദിക്കുക, സലാം പറയുക. അതൊക്കെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട മര്യാദകളാണ്. ഒരു മീറ്റിങ്ങിന്റെ സമയം ഉണ്ടെങ്കിൽ അതിന്റെ സമയനിഷ്ഠ പാലിക്കുക, വിളിച്ചാൽ ഫോൺ എടുക്കുക, അല്ലെ, കാരണങ്ങളില്ലാതെ ലീവാകാതിരിക്കുക. ലീവാണെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ലീവ്, ശരഈയായ കാരണമാണെങ്കിൽ ആ കാരണത്തെ കൃത്യമായിട്ട് വിളിച്ചറിയിക്കുക. ഇതൊക്കെ അനുസരണ സ്വഭാവമുള്ള ഒരാളെ ലക്ഷണമാണ്, തഖ്വയുടെ അടയാളാണ്. ഇതൊക്കെ എല്ലാ രംഗത്തും പ്രിയമുള്ളവരെ വിശ്വാസികളായി നമ്മൾ പാലിക്കപ്പെടേണ്ട മര്യാദകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അനുസരണശീലമുള്ള നല്ല വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.